വൈകിട്ട് 4:14 റോഡുകൾ കാട് റോഡിൽ കൂടി നടക്കുന്നു. പാറകൾ, ജലജീവൻ പൈപ്പുകൾ, സൈഡിൽ ഫുള്ളും കാടുകൾ. കാട്ടിനിടയിൽ ഒരു വീട്, പാമ്പിൻ്റെ മാളം, ഒരാളുടെ വീട്, പിന്നെ ഗ്രൗണ്ട്, കുറേ വാരകൾ, കാട് പിടിച്ച് കിടക്കുന്ന വീട്, മരങ്ങൾ, മണ്ണ്, വണ്ടികൾ, ഓട്ടോയൊക്കെ വരുന്നത് കാണുന്നു. ഓട്ടോയൊക്കെ വരുന്നത് സജീവമാണ്. അയ്യം ചെത്തിയിട്ടിരിക്കുന്നു. ഇതുവരെ ഇറങ്ങാൻ പടികൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെല്ലാം വെട്ടിത്തുളച്ച് ഓട്ടോകളും ബൈക്കുകളും സ്കൂട്ടറുകളും സജീവമാണ് ഇവിടെ നിൽക്കുന്നത്. മേളത്തെ തോട്ടം അവിടെ എന്തിനാണെന്നറിയത്തില്ല ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മണ്ടയ്ക്കപ്പുറത്ത് ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാണ്. പിന്നെ ഈ വലിയ മരം, തെങ്ങിലൊക്കെ സജീവമായിട്ട് തേങ്ങയും പിന്നെ പോസ്റ്റ് ലൈറ്റും ഒക്കെ ഉണ്ട്. സാധാരണയായിട്ട് ജലജീവൻ പൈപ്പ് കുത്തി കുഴിച്ചിട്ടേക്കുന്ന കുഴികളും ഉണ്ട്. ജലജീവൻ പൈപ്പ് ഇടാൻ വെച്ച കുഴികൾ, വണ്ടിക്ക് JCBയുടെ പാട്, പോച്ച പറിച്ചു വെച്ചിരിക്കുന്നു പശുവിന് കൊടുക്കാൻ, ടവർ, സ്കൂട്ടർ, സ്കൂട്ടറുകൾ പോകുന്നു. താഴത്തെ വീട്ടിൽ പിള്ളേർ കളിക്കുന്നു. സ്കൂട്ടർ ഇരിക്കുന്നു. അവിടെ കാർ ഇരിക്കുന്നു. ഇവിടെ വലിയൊരു പാറ ഇരിക്കുന്നു ഇരിക്കാൻ. തെർമോക്കോൾ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, തോണ്ട് കിടക്കണം. എന്തോത്തിനാണെന്ന് അറിയത്തില്ല. പന്നി കയറിപ്പോയ പന്നി ഒന്ന് കയറിയപ്പോൾ കുരിഞ്ഞു പോയത്. പിന്നെ ഈ കുപ്പിച്ചില് കിടക്കണു. പിന്നെ ഈ കാട്ടിലൊക്കെ കുറേ ചവറും വേസ്റ്റും ഭൂമിനെ നശിപ്പിക്കാനായിട്ട്. അടുത്തത് ഇവിടെ കുറേ കല്ലിരിപ്പുണ്ടിരിക്കാൻ. പൈപ്പിൻ്റെ ഇടഭാഗമൊക്കെ കാണുന്നുണ്ട്. പന്നി കയറിപ്പോയ പാട്. കാട്ടിൽ നിന്ന് ശബ്ദങ്ങൾ വരുന്നു. നല്ല വൃത്തിയായിട്ടുള്ള ശബ്ദങ്ങൾ. പിന്നെ ഉണ്ടോ ഈ വീട്ടിൽ ഈ വീട്. ഇത് 2 നിലയാണ്. താരോട്ട് അയ്യം അവിടോട്ട് വീരടിക്കാൻ ഇത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഓടിയിട്ടിട്ടുണ്ട്. ഇവിടെ റോഡ് സജീവം.
പൊട്ടിക്കിടക്കുന്നു. അടുത്ത സ്കൂട്ടർ പോകുന്നു. അവിടെ സ്കൂട്ടർ വരും. അതേണ്ട കണ്ടോ, അവിടെ നിന്ന് സ്കൂട്ടർ സ്കൂട്ടറിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുണ്ട്. ഏതോ കള്ളുകുടിയന്മാരിട്ടത് ഒരു കുപ്പി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ പണിക്കാർ വന്നപ്പോൾ വെട്ടിയിട്ട് എൻ്റെ ചെമ്പരത്തിയുടെ വന്നു അല്ലല്ലോ. പാല ഈ പൂവ് ഓർമ്മയുണ്ടോ? മറ്റേ പാല പൂവിൻ്റെ കമ്പ്. സൂര്യനൊക്കെ കത്തി ജ്വലിക്കുന്നു. അതിൻ്റെ കൂടെ പോസ്റ്റിൽ ലൈൻ കമ്പികളൊക്കെ ചിലത് കുരുങ്ങി അതും ഇതൊക്കെ ആണ്. മരങ്ങൾ കാറ്റത്ത് നിന്നാടുന്നു. ഇവിടൊക്കെ പിന്നെ കുറേ JCB ഇടപാട്, കുറേ കുപ്പി പാട്ട ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഒരു വീട്ടിൽ കോളിംഗ് ബെല്ലിനകത്ത് ആരോ വില ഇട്ടിച്ച് വെച്ചു. ഇവിടെ കല്ലൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടോ? റോഡാണ് പൊട്ടിപ്പോയി റോഡ്. കൊടുങ്ങല്ലൂരിലമ്മേ. പിന്നെ ഇവിടെ പൊളിഞ്ഞു കിടക്കണം കേട്ടാ. ആരെയും ഭയന്നു കുഴപ്പമില്ല. ഇവിടെ ഇന്റർലോക്ക് താന്നു ഇരിക്കുന്നു. പിന്നെയാണ് നമ്മുടെ കോട്ടപ്പാറയും നമ്മുടെ അമ്പലവും നല്ല ഭീഷണിയായിട്ട് കാണും. നമ്മുടെ ഈ പൊത്തിലൊക്കെ കുറേ കടലിൽ സാറൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങൊരു ഗോകുലം പോലെ കണ്ടോ ഗൈസ്, അതാണ് നമ്മുടെ അമ്പലം. അതൊരു കാവെന്ന് പറയാം. ഇല്ലം പലഞ്ചൂരി ദേവി ക്ഷേത്രത്തിലെ അതൊരു രാത്രി കാട്ടിക്കൂടിയില്ലേ മണ്ടയ്ക്കൂടെ. കോട്ടപ്പാറ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കോട്ടപ്പാറ അപ്പൻ മണ്ടയ്ക്കൂടെ പോകും. ഇതുകൊണ്ട് വരുന്നത് എൻ്റെ കൂട്ടുകാരൻ ഗൈസ്. അവൻ്റെ കൂട്ടുകാരനെ തിരക്കുക. യൂട്യൂബ് ചാനൽ എടുക്കുവാടേ. അപ്പോൾ അതേണ്ടേ ഇവൻ നടന്നു വരുന്നുണ്ട്. ഇവൻ എൻ്റെ കൂട്ടുകാരൻ. എൻ്റെ പേരെന്തായിരുന്നാ? ഫിറാൻ. ഞാൻ ഇവനെ പണ്ടൊക്കെ കണ്ടിട്ടുള്ളത്. കണ്ടോ, ചെക്കൻ കാതൊക്കെ കുത്തി സെറ്റാ. അതിൻ്റെ കൂടെ ഇവൻ ചൂട് കാരണമാണെന്ന് തോന്നുന്നു മുടി വെട്ടി. കഷ്ടമുണ്ട്. ഇവനൊക്കെ നല്ലപോലെ മുടിയുള്ളായിരുന്നു. ഇവിടെയൊക്കെ നല്ല വൃത്തിക്കുണ്ടായിരുന്നു. എവിടെ പോയതാ? സ്പേസിങ് കുടുപ്പൊക്കെ ഇട്ട് വാ. ഒറ്റയ്ക്കാവുന്നേ? അല്ല, അമ്മ എന്തി അമ്മോടെ പുതുക്കിക്ക് പോയിക്കോ. ഞാൻ ആയിഷിൻ്റെ വീട് വരെ വന്നേ. അപ്പ വന്നില്ലേ? അലി എന്തിയടാ? അലി എന്തി? അലി ആരാ? എൻ്റെ ചേട്ടൻ. അവൻ്റെ പേരെന്തോ? എടാ, ഞാൻ പാലത്തിനോട് വരുവാടാ. അവൻ്റെ പേരെന്തോ? അഭിജിത്ത്. അല്ല, അവനപ്പോൾ അലീന്ന് വിളിക്കുന്നത്. സൈക്കിൾ ഒന്ന് തരാൻ പറ്റുമോ? സൈക്കിളോ? തരാം. കുറേ കരികിട്ടേക്കുക. തരാൻ പറ്റുമോ? തരാം. ഇങ്ങോട്ട് ഇറക്കി തരാമോ? ഞാൻ അങ്ങോട്ട് വരാമോ? അവിടെ പുറകില്ല. ഇങ്ങോട്ട് റോഡിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ വീഡിയോ എടുക്കല്ലേ, അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. എത്ര കഴിയില്ല? ടൂ വീലറോ? ടൂ വീലറാണ്. സീറ്റ് ആക്കാൻ പറ്റുമോ? സീറ്റ് ആക്കുന്നില്ല. നല്ല മുട്ട സൈക്കിളാണ്. ഇതാണ് സൈക്കിള് കരികിട്ടതാ. സീറ്റ് ആക്കാൻ ഇനി ഇങ്ങനെ അത് ചക്കായി കിടക്കുക. പ്ലീസ് ആരെയും ഉണ്ട് കൂടെ? ഇല്ല. സീറ്റ് ഉണ്ടാക്കണം പ്ലീസ്. എടാ, സീറ്റ് ആക്കാൻ പറ്റത്തില്ല. അത് സ്പാൻഡർ വേണം. ഞാനിങ്ങനെ ഇതൊക്കെ ഇരിക്കുന്നേ. നീ എങ്ങനെ ഓടിക്കുന്നേ? ഞാനിത് കയറിയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് പിന്നെ സീറ്റിൽ കയറി ചെയ്യുക. എന്നിട്ട് കാലെത്താതെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പറ്റത്തില്ല. പറ്റില്ലടോ, ഇതെല്ലാം കയറി ഇരുന്നാൽ നമ്മുടെ ഓടിത്ത സൈക്കിൾ ഓടിക്കുന്നുണ്ടോണേ. എടാ, ഒന്ന് ഓടിച്ചാടാ. ഇവരൊന്ന് കാണണ്ട. ഞാൻ ഇത് അപ്ലോഡ് ചെയ്തേ കാണാം കേട്ടോ. അല്ല, നീ സീറ്റ് ആക്കാതെ ഓടിക്കും കേട്ടോടാ. കാണാൻ പറ്റേ അപ്ലോഡ് ചെയ്യുമ്പോൾ.
കാണാം, നിന്നെ കാണാം. എനിക്ക് സീറ്റ് വേണ്ട വീഡിയോയാ കണ്ടോ നിർത്തണം. ഗൈസ്. എന്നെ യൂട്യൂബിൽ കേട്ടാ ഗൈസ്, ഇവൻ ഇത്രയും വലിയ സൈക്കിള് ഇവൻ എങ്ങനെയാണ് ഓടിയത്? നിന്റെ ചേട്ടൻ സൈക്കിൾ നീ ഓടിക്കും? നിന്റെ ചേട്ടൻ സൈക്കിൾ ഓടിക്കും? അത് ഓടിക്കും? ഞാൻ പറഞ്ഞതാണ് ഇവൻ്റെ അടുത്ത് ഓടിക്കണം. പണ്ട് ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്നത് സൈക്കിളിൽ നിന്ന് കണ്ട് ഇത് പോയി, ബ്രേക്കും പോയി. ഞാൻ ശരിയാക്കി. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് ഇതായതോ? ഇതെൻ്റെ വീട്. ഇതുകൊണ്ട് അങ്ങോട്ട് പോയി. ദോണ്ട് ആ വിറ്റിയിരിക്കുന്നു നോക്കടാ. അവിടെ ദോണ്ട് ക്യാമറ ഇരിപ്പുണ്ട്. ദോണ്ടാ ദേണ്ട്. എൻ്റെ അച്ഛൻ എല്ലായിരുന്നു കാണും. ഗൈസ്, ഇത് അച്ഛൻ്റെ ആർമിയിലെ ഉടുപ്പ് നനകെട്ടുക. ഇത് നമ്മുടെ കാറാണ്. ഇതൊരു അമ്പലമാണെന്ന് പറയാം. മുത്തപ്പൻ എന്തായിരുന്നു, വിഷ്ണു, ഗണപതി, കുറേ ആൾക്കാരുണ്ട് വണ്ടിക്കകത്ത് വെച്ചേക്കുന്ന. ആരാണെന്ന് പിന്നെ പൂച്ചട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഇതെൻ്റെ വീട്. നിങ്ങൾക്കറിയാലോ എൻ്റെ വീടല്ല. ആരെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പൂപ്പനുണ്ട്. ഇതുകൊണ്ട് അതാണ് അപ്പൂപ്പൻ്റെ റൂം. ഇത് പിന്നെ കാതുകളിയുടെ. ഇതാണ് അഫിറാം എൻ്റെ കൂട്ടുകാരനാണ്. അബിറാം കൂട്ടുകാരൻ. അപ്പൊ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ. ഇവൻ്റെ അമ്മയുടെ കൂടെ. സൈക്കിളിന്റെ സീറ്റ് എങ്ങനെ നോക്കാൻ പറ്റുമോ? സൈക്കിളിന്റെ സീറ്റ് ആക്കാൻ, സൈക്കിൾ ചവിട്ടാൻ സീറ്റ് ഇതാക്കാൻ പറ്റുമോ? ആ ചവിട്ടാനൊക്കെ അറിയാം. വലിയൊക്കെ ഓടിക്കുന്നത്. ഇല്ലില്ല, ഇവന്റെ ചേട്ടൻ്റെ ഓടിക്കുന്നത്. അമ്മ കുടുംബശ്രീ പോയി. എവിടെ? അപ്പൂപ്പൻ്റെ റൂം. അമ്മ ഓമനഞ്ചിലൂടെ. ഇവൻ നീ വേണ ബോൾ കളിയാണ്, ബാസ്കറ്റ് ബോള്. അപ്പോൾ ഗൈസ് പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം.